കാലിൽ നീര് വന്നിട്ടുണ്ട് തഹജ്ജുദ് നിസ്കരിച്ചിട്ട്. അങ്ങനത്തെ ഒരു മനുഷ്യൻ. കണ്ണുകൾ കരഞ്ഞ് കണ്ണുകൾക്ക് രോഗം വന്നിട്ടുണ്ട്. വീട്ടുകാരൊക്കെ അദ്ദേഹത്തോട് വന്ന് പറഞ്ഞു, ചെറുപ്പക്കാരനാണ്, പക്ഷെ ഇബാദത്തിൽ മുഴുകിയിരിക്കുകയാണ്, കല്യാണം കഴിക്കണ്ടേ? ഞാൻ പറഞ്ഞു, എനിക്ക് കല്യാണം വേണ്ട. ഒരു ഭാര്യയാണെങ്കിൽ അവളുടെ കൂടെ ജീവിക്കുമ്പോൾ ഒരുപാട് സമയം അവൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ടി വരുമല്ലോ. അതുകൊണ്ട് ഒരു അടിമ സ്ത്രീയാവാം. അന്ന് അടിമ സ്ത്രീ സമ്പ്രദായമുണ്ട്. 1.5 നൂറ്റാണ്ട് മുമ്പ് അത് ലോകത്ത് അവസാനിച്ചു എന്ന് ഉലമാ പറയാം. അതിന് മുമ്പ് അവസാനിച്ചിരിക്കണം. ഇന്ന് അടിമ സ്ത്രീകളില്ലേ, അടിമ സ്ത്രീകൾ ജായിസാണെന്നാണ്. അത് യുദ്ധത്തിലെ തടവുകാരായി പിടിക്കപ്പെടുന്ന തലമുറകളായി സൂക്ഷിച്ചു വരുന്ന അടിമകൾ. വേലക്കാരിയെ പറ്റി അടിമ എന്ന് പറയാൻ പറ്റൂല. അത് ജായിസാണെന്നാണ് ഒരു സയ്യിദിനെ സംബന്ധിച്ചിടത്തോളം. ചെറുപ്പക്കാരൻ പടച്ചോൻ ആ കാലം കഴിഞ്ഞല്ലോ എന്ന് സങ്കടപ്പെടുന്നവരൊക്കെ ഉണ്ട് ഇടക്ക്, അല്ലേ? അതൊന്നും വേണ്ട, അങ്ങനെയൊന്നും സങ്കടപ്പെടേണ്ട. അതൊന്നും അല്ല സങ്കടപ്പെടേണ്ട. നാളെ പരലോകത്ത് ചെന്നിട്ട് ഹൂറുല്ലിങ്ങളെ കല്യാണം കഴിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതൊരു സങ്കടമാണ്. അതൊക്കെയാണ് സങ്കടം. നാളെ അവിടെ ചെന്നിട്ട് രക്ഷപ്പെടാൻ പറ്റിയില്ലെങ്കിൽ അത് വല്ലാത്ത സങ്കടമാണ്. വലാത്ത ഹീന മനാസ്, അത് നാളെ കരഞ്ഞു തീർക്കാനും കൂടി പറ്റാത്ത സങ്കടം, തീർത്താത്ത സങ്കടമായി പോകും. വീട്ടുകാര് മുഴുവനും നിർബന്ധിച്ചപ്പോൾ അയാള് ഒരു അടിമ സ്ത്രീയെ വാങ്ങിച്ചു. അവരുടെ വീട്ടിൽ ജോലിക്കുണ്ട്. അദ്ദേഹത്തിന്റെ ശാരീരിക ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടാമല്ലോ എന്ന് വിചാരിച്ചു വാങ്ങിയതാണ്. ആരാ പറയുന്നത്? അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ. അയൽവാസിയെ കുറിച്ച് പറയാം. നല്ല ചെറുപ്പക്കാരൻ. ഈ ചെറുപ്പക്കാരി പെണ്ണ് പാട്ടുപാടുന്നവളാണ്. നല്ല പാട്ട് പാടുമ്പോ നിസ്കാരത്തിൽ രാത്രി എഴുന്നേറ്റ് നിൽക്കുമ്പോഴാണ് പെണ്ണിന്റെ മൂളിപ്പാട്ട്. മെല്ലെ നിസ്കാരം ചുരുക്കാൻ തുടങ്ങി. പിന്നെ നിസ്കാരം തന്നെ മാറ്റിവെക്കാൻ തുടങ്ങി. പാട്ട് കേൾക്കാനിരിപ്പായി. പിന്നെ നിരന്തരം പാട്ട് കേൾക്കലാണ്. ആ പെണ്ണും പറഞ്ഞു, ഈ യൗവനൊക്കെ ഇങ്ങനെ നഷ്ടപ്പെടുത്തണോ? യാ മൗലായ് ലഖദ് അബ്ലൈത ശബാബക്, നിങ്ങളുടെ യൗവനൊക്കെ കഴിഞ്ഞില്ലേ? ജീവിതമൊക്കെ നിങ്ങൾ ക്ഷീണിപ്പിച്ചു കഴിഞ്ഞില്ലേ? വറഫൽത ലദാതിക്, നിങ്ങളുടെ ആസ്വാദനങ്ങളൊക്കെ നിങ്ങൾ വേണ്ടെന്ന് വെച്ചില്ലേ? എന്റെ പാട്ട് നിങ്ങൾക്ക് കേട്ടൂടെ? വതമത്തഅത ബിശബാബി, എന്റെ യൗവനം നിങ്ങൾക്ക് ആസ്വദിച്ചുകൂടെ? പിന്നെ അവളുടെ കൂടെ ഇരിപ്പായി. നിസ്കാരം കുറഞ്ഞു, പള്ളിക്ക് വരാതെയായി. നിരന്തരമായ പാട്ട് കേട്ട ആസ്വാദനത്തിലായി പോയി. അള്ളാഹുവിൽ നിന്ന് അകലാൻ തുടങ്ങുമ്പോ നല്ല സന്മനസ്സുള്ള കൂട്ടുകാര് ചേർന്നൊരു കത്തെഴുതി കൊടുത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ദുന്യാവിന് വേണ്ടി ആഖിറം വിറ്റുകളഞ്ഞവനെ, അല്ലാഹുവിന്റെ ഖുർആനിന് പകരം പാട്ട് കേൾക്കാൻ തയ്യാറായവനെ, ഇബാദത്തിന്റെ മധുരം അറിഞ്ഞതിന്റെ ശേഷം പാട്ടുകൾ കേട്ട് ആനന്ദിച്ച് പിശാചിന്റെ കൂടെ കിടക്കുന്നവനെ. വാക്കുകൾ അങ്ങ് കേട്ടപ്പോൾ അദ്ദേഹത്തിന് പേടിയായി തുടങ്ങി. മആദല്ലാഹ്, ആ കത്ത് വായിച്ചതിന്റെ ശേഷം സടകുടഞ്ഞെഴുന്നേറ്റ് താബ ഇലല്ലാഹ്, അല്ലാഹുവേ ഞാൻ നിന്നിലേക്ക് മടങ്ങി വരുന്നു റബ്ബേ, ഞാൻ നിന്നിലേക്ക് തിരിച്ചു വരുന്നു പടച്ചവനെ, എന്നെ സ്വീകരിച്ചേക്കണം. ഒരുപാട് കാലം തിന്മയിൽ ജീവിച്ച് നന്മയിലേക്കുള്ളൊരു മടക്കം അങ്ങനെയാവാം. ചില ആളുകൾക്ക് അള്ളാഹു അങ്ങനെ തൗഫീഖ് കൊടുക്കും. അള്ളാഹു നമുക്കൊക്കെ തൗബ ചെയ്യാൻ തൗഫീഖ് തരട്ടെ. യൂസുഫുൽ ഇസ്ലാം, കാറ്റ് സ്റ്റീവൻസ്, പോപ്പ് ഗായകനാ. ഒരുപാട് കാലം യൂറോപ്പുകാരുടെ പോപ്പ് ഗായകനായി പാട്ടുപാടിയ ആളാ. ഇന്ന് ഇസ്ലാമിന്റെ ദാഇയ, ഇസ്ലാമിന്റെ പ്രബോധകനാണ്. ഒരുപാട് പാട്ടുപാടിയില്ലേ? കാറ്റ് സ്റ്റീവൻസിന്റെ കാറ്റ് എന്ന പേരൻ അദ്ദേഹം പോപ്പായിരുന്ന, പോപ്പ് ഗായകനായിരുന്ന സമയത്തിട്ട പേരാണ് കാറ്റ്. പൂച്ച എന്നല്ല ഇതിനർത്ഥം. കാറ്റ് സ്റ്റീവൻസ്. ഇന്ന് അദ്ദേഹത്തിന്റെ പേര് യൂസുഫുൽ ഇസ്ലാം. അല്ല ദാഇയ. ഒരുപാട് കാലം ഇസ്ലാമിൽ അന്യമായി ജീവിച്ചു പിന്നെ മുസ്ലിമായി ദീനിലേക്ക് കടന്നു വരികയാണ്. എത്രയോ ആളുകൾ അവരുടെ മ്യൂസിക് കരിയറൊക്കെ ഉപേക്ഷിച്ച് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. The famous people who embraced Islam, ഇസ്ലാം സ്വീകരിച്ച വിഖ്യാതരായ ആളുകൾ എന്നൊരു ടൈറ്റിൽ യൂട്യൂബിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ 25ഓളം പ്രശസ്തരായ ഗായകന്മാരും നടന്മാരും ഇസ്ലാമിലേക്ക് കടന്നു വന്നത്, പാശ്ചാത്യ നാടുകളിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്നത് കാണാൻ കഴിയും. എല്ലാ കരിയറും ഉപേക്ഷിച്ച് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലേക്ക് തിരിച്ചു വരാൻ. എന്തേ? ഇതിലാണ് ആനന്ദം കാണുന്നത്. തൗബ ചെയ്ത് മടങ്ങുകയാണ്. അള്ളാഹുവിന്റെ മുമ്പിലേക്കുള്ള മടക്കമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, ലയകൂനന്ന ഫീ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ വരാൻ പോകുന്നുണ്ട് അഖ്വാമുൻ, ചില ആളുകൾ, യസ്തഹില്ലൂനൽ ഹിറ, വ്യഭിചാരം ഹലാലാണെന്ന് അവർ വാദിക്കുകയോ ഹലാലായി ആണെന്ന് വിശ്വസിക്കുകയോ ചെയ്ത് പ്രവർത്തിക്കുന്നവർ വരും. വൽ ഹരീറ, പുരുഷന്മാർക്ക് പട്ടുവസ്ത്രം ഹറാമായിരിക്കെ അത് ഹലാലാണെന്ന് വാദിക്കുന്നവരോ ഹലാലാണെന്ന് വാദിച്ച് അത് പ്രവർത്തിക്കുന്നവരോ വരും. വൽ ഖംറ, മദ്യപാനം ഹറാമായിരിക്കെ
ഹലാലാണെന്ന് വാദിക്കുന്നവരും ഹലാല് പോലെ അത് കൊണ്ടു നടക്കുന്നവരും എന്റെ ഉമ്മത്തിൽ അന്ത്യനാളിന്റെ മുമ്പ് വരാനുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വൽ മആസിഫ്, മ്യൂസിക് ഉപകരണങ്ങളും ഹലാലാണെന്ന് വാദിക്കുന്നവരും ഹലാല് പോലെ കൊണ്ടു നടക്കുന്നവർ. അതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ, പാട്ടല്ലേ. സിനിമാ പാട്ടുകൾ കേൾക്കുന്ന ഓരോ നിമിഷവും നമ്മൾ അനാവശ്യമായ പാട്ടുകളും മ്യൂസിക്കുകളും കേൾക്കുന്നത്. മ്യൂസിക് നല്ല പാട്ടിന്റെ കൂടെ ആണെങ്കിൽ പോലും ഹറാമാണെന്നാണ്. നല്ല പാട്ടിന്റെ കൂടെ വിവരമില്ലാത്ത ആളുകൾ കമ്പോസ് ചെയ്യും. എന്ത് ചെയ്യും? ബുർദയുടെ സീഡിയാണ് ഇടയ്ക്ക് മ്യൂസിക് കയറ്റും. ഇതില് നല്ല സ്വലാത്താണ്. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദൻ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. മനോഹരമായ ബുർദയുടെ വചനങ്ങളൊക്കെ പാടിയിട്ട് അതിന് മ്യൂസിക് കൊടുക്കുന്നവരുണ്ട്. നമുക്കത് കേൾക്കാൻ പറ്റൂല എന്നാ. പടച്ചോനെ, ബുർദ കേൾക്കാൻ പറ്റൂല, അതല്ലേ പറഞ്ഞത്. മ്യൂസിക് കൂടെ കേൾക്കാൻ പറ്റൂല. സ്വലാത്തിന്റെ ബൈത്തുകളാണ്, പക്ഷേ മ്യൂസിക് അതിന്റെ കൂടെ ഉണ്ട്. നമുക്ക് പാടുണ്ടോ? പാടില്ല എന്നാണ്. പക്ഷേ അത് പാടുണ്ട് എന്ന് വാദിക്കുന്നവരോ അങ്ങനെ സമർത്ഥിക്കുന്നവരോ ഹലാലാണെന്ന് വൽക്കരിക്കുന്നവരോ എന്റെ ഉമ്മത്തിൽ വരാനുണ്ടെന്നും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പട്ട് ഹലാലാണെന്ന് പറയുന്നവര്, പട്ട് ആർക്ക്? പുരുഷന്മാർക്ക് ഹറാമ, അത് ഹലാലാണെന്ന് വാദിക്കുന്നവർ. പെണ്ണുങ്ങൾക്ക് പട്ടുവസ്ത്രം ജായിസാണ്, അവർക്ക് അനുവദിക്കപ്പെട്ടതാണ്. സ്വർണം അവർക്ക് ജായിസാണ്, പക്ഷെ പുരുഷന്മാർക്ക് സ്വർണവും പട്ടും ഹറാമുൻ അലാ റിജാലി ഉമ്മത്തി. എന്റെ ഉമ്മത്തികൾക്കത് ദുകൂരി ഉമ്മത്തി, എന്റെ ഉമ്മത്തികൾ ആണുങ്ങൾക്കത് ഹറാമാണെന്ന് റസൂലുള്ളാഹി. അത് ഹലാലാണെന്ന് പറയുന്നവര്, വ്യഭിചാരം ഹലാലാണെന്ന് പറയുന്നവര്, മ്യൂസിക് ഉപകരണങ്ങൾ ഹലാലാണെന്ന് പറയുന്നവരും എന്റെ ഉമ്മത്തിൽ വരാനുണ്ടെന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികൾ എന്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മുഫസ്സിറുൽ ഖുർആൻ, ഖുർആനിന്റെ മുഫസ്സിറാണ് ബഹുമാനപ്പെട്ടവർ. വമിനൻ നാസി മൻ യശ്തരി ലഹു ومن الناس من يشتري لهو الحديث ليضل عن سبيل الله. ജനങ്ങളിൽ ചില ആളുകളുണ്ട്, മൻ യശ്തരി, വാങ്ങിക്കുന്നവരെ, ലഹുവൽ ഹദീസ് വാങ്ങിക്കുന്നവർ മനുഷ്യരുണ്ടല്ലോ, ലിയുദില്ല അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ വഴിയിൽ നിന്ന് വഴിതെറ്റിക്കാൻ ലഹുവ് വാങ്ങിക്കുന്നവരെ, ലഹുവുൽ ഹദീസ് വാങ്ങിക്കുന്നവരെ. മാ ഹുവ ലഹുവുൽ ഹദീസ്, എന്താണ് ലഹുവുൽ ഹദീസ് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോ, വല്ലാഹില്ലദീ ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഇന്നഹുൽ ഗിനാ, അത് പാട്ടിനെ കുറിച്ചാണ് പറയുന്നതെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. പാട്ടിന്റെ CD വാങ്ങിക്കുക, ചലച്ചിത്ര ഗാനങ്ങൾ വാങ്ങിക്കുന്നത്, പാട്ട് ഡൗൺലോഡ് ചെയ്യുന്നത്, പാട്ടുകൾ ഷെയർ ചെയ്യുന്നത്, ഇങ്ങനെ മനുഷ്യന്മാർ കാശ് കൊടുത്ത് പാട്ട് വരുണ്ട് എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥമെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ മുഹമ്മദ് ഇബ്നുൽ ഹനഫിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഒരാൾ ചോദിച്ചു. അല്ലാഹുവിന്റെ വചനമുണ്ട് സത്യവിശ്വാസികളെ കുറിച്ച് പറഞ്ഞ ഭാഗത്ത്, വല്ലദീന ലാ യശ്ഹദൂന അസ്സൂർ വഇദാ മർറൂ ബില്ലഗ്വി മർറൂ കിറാമാ. സൂറിന് സാക്ഷികളാകാത്തവരാണ് സത്യവിശ്വാസികൾ. എന്താണ് സൂർ എന്ന് ചോദിച്ചപ്പോ മഹാനായ മുഹമ്മദ് ഇബ്നുൽ ഹനഫിയ്യ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഹുവൽ ഗിനാ, അത് പാട്ടാണ്. പാട്ടിന് സാക്ഷികളാവാത്തവര് എന്ന് പറഞ്ഞാൽ ഗാനമേള ഉണ്ടെങ്കിൽ ഇവരതിന് പോയിരിക്കൂല. നമ്മൾ മനസ്സിലാക്കണം, വാദുണ്ടെങ്കിൽ വാദിനും പോവും, ഗാനമേള ആണെങ്കിൽ അതിനും പോവും, എല്ലാറ്റിനും പോയി അവർ സ്വപ്നിക്കുന്നവരുണ്ടാവും. അല്ലാഹു നല്ല ബോധം കൊടുക്കട്ടെ, അറിയാത്തോണ്ടായിരിക്കും. വഹുവൽ ഗിനാ, സത്യവിശ്വാസികൾ ഗാനമേളകൾക്ക് സാക്ഷികളാകാത്തവരാണ്. സത്യവിശ്വാസികൾ റിയാലിറ്റി ഷോകൾക്ക് സാക്ഷികളാകാത്തവരാണ്. വല്ലദീന ലാ യശ്ഹദൂന അസ്സൂർ, നൃത്തങ്ങൾക്കും സംഗീതങ്ങൾക്കും സാക്ഷികളാകാത്തവരാണ് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട മുഅ്മിനീങ്ങൾ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, റളീതു ബില്ലാഹി റബ്ബാ, പടച്ചവനെ
കഴിഞ്ഞു പോയത് നീ മാപ്പ് തരണം. അഫല്ലാഹു അമ്മാ സലഫ്, കഴിഞ്ഞു പോയത് അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ ചെയ്യൂല പടച്ചവനെ, നിനക്കത് ഇഷ്ടമില്ലെങ്കിൽ എനിക്കത് വേണ്ട. ഇത് പറയാനുള്ള മനസ്സ് അല്ലാഹു നമുക്ക് തരട്ടെ. അങ്ങനെ അല്ലാഹു നമ്മെ ചിന്തിപ്പിക്കട്ടെ. അല്ലാഹു ഇഷ്ടമുള്ളത് നമ്മുടെ ഖൽബിന് അല്ലാഹു ഇഷ്ടമാക്കി തരട്ടെ. അല്ലാഹു വെറുപ്പുള്ളത് നമ്മുടെ ഖൽബിന് അല്ലാഹു വെറുപ്പാക്കി തരട്ടെ. മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനെ വിചാരിച്ച് ഞാൻ പറയട്ടെ, ഖുർആനിന്റെ മധുരം കണ്ട് അറിഞ്ഞാൽ നിങ്ങൾക്ക് മ്യൂസിക് വെറുപ്പായി വരും. ഖുർആനിന്റെ മധുരം ഖൽബിലേക്ക് കയറിയാൽ നിങ്ങൾക്ക് പാട്ടിനോട് അറപ്പും വെറുപ്പും തോന്നും. അല്ലാഹുവിന്റെ കിതാബ് നിങ്ങൾ കണ്ണുകൊണ്ട് ദിവസേന കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടിവിയിലേക്കോ സ്ക്രീനിലേക്കോ സിനിമ കാണാനോ സീരിയൽ കാണാനോ നമുക്ക് സാധ്യമല്ലാതെ വരും. ഖൽബിനെ വെറുപ്പാക്കി തീർക്കും അല്ലാഹു. ആ രീതിയിൽ അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ഖുറൈശികളെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞു, അഫമിൻ ഹാദൽ ഹദീഥി തഅജബൂൻ വതദ്ഹഖൂന വലാ തബ്കൂൻ വഅൻതും സാമിദൂൻ. അഫമിൻ ഹാദൽ ഹദീഥി തഅജബൂൻ. ഈ വിശുദ്ധ ഖുർആൻ കണ്ട് നിങ്ങൾ അത്ഭുതപ്പെട്ടിരിക്കുകയാണോ? ഖുർആൻ കണ്ടിട്ട് ഇത് മാരണമാണ്, ഇത് സിഹ്റാണ്, ഇത് ഗദ്യമാണ്, പദ്യമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് അത്ഭുതപ്പെട്ടിരിക്കുകയാണോ? നിങ്ങൾ ചിരിക്കുകയും കരയാതിരിക്കുകയുമാണോ? മഹാനായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സാമിദൂൻ എന്ന വാക്കിന് കൊടുത്ത അർത്ഥം മുഗന്നൂൻ, നിങ്ങൾ പാട്ടുപാടി നടക്കുകയാണല്ലേ. നിങ്ങൾ പാട്ടുപാടി നടന്നിട്ട് എന്റെ ഖുർആൻ കണ്ട് അത്ഭുതപ്പെട്ടിരിക്കുകയാണോ? വിശ്വസിക്കാതെ ശങ്കിച്ചു നിൽക്കുകയാണോ? പാട്ട് കേൾക്കുന്നവർക്ക് എന്റെ ഖുർആൻ ഖൽബിലേക്ക് കയറില്ലെന്നാണ് ഈ ആയത്തിന്റെ അർത്ഥമെന്ന് പഠിപ്പിക്കുകയല്ലേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. ഇങ്ങനെയാണ് ഉലമാ മുഫസ്സിരീങ്ങൾ സ്വഹാബത്ത് ഈ വിഷയത്തെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, വമാ കാന സ്വലാത്തുഹും ഇൻദൽ ബൈതി ഇല്ലാ മുകാഅൻ വതസ്ദിയ ഫദൂഖുൽ അദാബ ബിമാ കുൻതും തക്ഫുറൂൻ. അവിശ്വാസികൾ അന്ന് മക്കയിൽ ചെയ്തിരുന്ന ഹജ്ജ് പാട്ടും കൂത്തുമായിരുന്നു. പാട്ടും കൂത്തും, ഉത്സവങ്ങൾ, ക്ഷേത്രങ്ങളുടെ ഉത്സവങ്ങൾ കാണില്ലേ? നമുക്ക് ക്ഷേത്ര ഉത്സവത്തിൽ സംബന്ധിക്കാൻ പറ്റുമോ? നമ്മൾ ഹൈന്ദവ സഹോദരന്മാരുമായി മാനസികമായി സൗഹാർദ്ദം പങ്കിടുന്ന ആളുകളാണ്. പക്ഷെ മതത്തിൽ സൗഹാർദ്ദം പാടുണ്ടോ? അല്ലേ? ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ നമ്മൾ പോവുക, നമ്മൾ വിജയിപ്പിച്ചു കൊടുക്കുക. ഈ ഭാഗത്തൊക്കെ ഉത്സവങ്ങളുണ്ടോ എനിക്കറിയാം. കളിയാട്ടമൊക്കെ ഇവിടെ അടുത്ത് തന്നെയല്ലേ? നമ്മളൊക്കെ പൈസ എറിയുമ്പോൾ അവിടെ വിജയിക്കണമെന്നാണ് കേട്ടത്. എന്തൊക്കെ കുറച്ചൊന്ന് വേക്കോട്ട് അടിച്ചിക്കണമെന്ന് കേട്ടു. അള്ളാഹു ബോധം കൊടുക്കട്ടെ, നന്നാക്കി തീർക്കട്ടെ. അൽഹംദുലില്ലാഹ്. നമുക്ക് ഉത്സവത്തിൽ കൂടാൻ പറ്റുമോ? ഉത്സവത്തിൽ പോണത് പർദ്ദട്ട പെണ്ണുങ്ങളാണ്. അത്ഭുതമാണ്, സങ്കടായി പോകും. ഊഞ്ഞാലാട് പെണ്ണുങ്ങളെ, ഭർത്താവ് ഗൾഫിലാണ്, അല്ലെങ്കിൽ ചോദിക്കാനും പറയാനും ആരുമില്ല. കുട്ടികളേറ്റ് രാത്രി ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഉത്സവ പറമ്പിൽ നടക്കാണ്. അവിടെ എന്താ നടക്കുന്നത്? പിശാച്, പൈശാചികത. നമുക്ക് പാടുണ്ടോ? ഖുൽ യാ അയ്യുഹൽ കാഫിറൂന ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദും മാ അബദ്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. ഞാൻ എൻ്റെ മതത്തിൽ വിശ്വസിച്ച് ജീവിക്കുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടേത്, ഞാൻ അതിലേക്ക് വരുന്നില്ല എന്ന് പറയേണ്ട ഇത് നമ്മളും നിങ്ങളൊക്കെ ഒന്ന് തന്നെ. മതത്തിന്റെ വിഷയത്തിൽ ഒന്നല്ല, മനസ്സുകൊണ്ടൊന്നാണ്. ക്ഷേത്രത്തിലെ പൂജാരി മിസ്കീനാണെങ്കിൽ സഹായിച്ചാൽ കൂലി കിട്ടും. പക്ഷെ ക്ഷേത്രത്തെ സഹായിക്കാൻ നമുക്ക് പാടില്ല, ഹറാമാണ്. എങ്ങനെ? ക്ഷേത്രത്തിലെ പൂജാരി മിസ്കീനാണ്, അല്ലെങ്കിൽ ഉത്സവത്തിൽ പോയി വരുന്ന ആള്, അമ്പലത്തിലെ പൂജ കഴിഞ്ഞ് വരുന്നൊരു ഹിന്ദു സഹോദരൻ പാവപ്പെട്ട ഒരു മനുഷ്യനാണെങ്കിൽ ആ പാവപ്പെട്ടവനെ സഹായിക്കാൻ നിങ്ങൾ 10 പൈസ കൊടുത്തോ, അള്ളാഹുവിന്റെ കൂലി ഉദ്ദേശിച്ചുകൊണ്ട് കൊടുത്താൽ അള്ളാഹു കൂലി തന്നേക്കും, അള്ളാഹു സ്വീകരിച്ചേക്കും. പക്ഷേ ഉത്സവത്തിന് സഹായിക്കാൻ പറ്റൂല, അത് ഹറാമാണ്. ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന് പൈസ കൊടുക്കൽ ഹറാമല്ലേ? അത് അല്ലാഹു അല്ലാത്ത ഒന്നിനെ ആരാധിക്കുന്ന ഇബാദത്തിനോട് നിങ്ങൾ സ്നേഹം പുലർത്തലാണ്, അത് പാടില്ല. ഒരു ക്രിസ്ത്യാനിയെ നിങ്ങൾക്ക് സഹായിക്കാം. പാവപ്പെട്ട ക്രിസ്ത്യാനിക്ക് പൈസ കൊടുത്താൽ, ദാഹിച്ച് വെള്ളം കൊടുത്താൽ കൂലി കിട്ടും. പക്ഷേ ഒരു ക്ഷേത്രമുണ്ടാക്കാൻ, ഒരു ചർച്ചുണ്ടാക്കാൻ നിങ്ങൾ സഹായം ചെയ്തു കൊടുക്കുന്നത് അള്ളാഹുവിന്റെ മുമ്പിൽ ചെയ്യുന്ന കുറ്റകരമായ കാര്യമാണ്, ഹറാമാണ്, കുഫറാണ്. അള്ളാഹു പുറത്തു തരട്ടെ. സംഭവിച്ചു പോയതൊക്കെ അള്ളാഹു മാപ്പ് ചെയ്തു കൊടുക്കുമാറാകട്ടെ.
വിശ്വാസം സൗഹാർദ്ദമല്ല, ഇവിടെ മനസ്സുകൾ തമ്മിൽ സൗഹാർദ്ദമുണ്ട്. മനസ്സുകൾ തമ്മിൽ സൗഹാർദ്ദമുണ്ട്. വ്യക്തിയെ സഹായിക്കാം, അവരുടെ മതത്തെ സഹായിക്കാൻ പാടില്ല. കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വിഷയ വ്യത്യാസം മനസ്സിലായോ? അപ്പോൾ നമ്മുടെ റബീഉൽ അവ്വലിലൊക്കെ ഒരു തരലുണ്ടല്ലോ, തന്നോട്ടെ. നിങ്ങൾ വ്യക്തികൾക്ക് കൊടുത്തോ. ഉത്സവത്തെ സഹായിക്കാൻ പറ്റില്ല, പൂരപ്പറമ്പിലെ ഉത്സവങ്ങൾക്ക് പൂരത്തിന് സഹായിക്കാൻ പറ്റുമോ? നമുക്ക് പാടില്ല. എന്ത് ചെയ്യാം? നമുക്ക് ആഗ്രഹമുണ്ട് എന്നൊരാൾ പറഞ്ഞേക്കാം, നമുക്ക് പറ്റൂല. ചില വിഷയങ്ങൾ അങ്ങനെയാണ്. ഉലമാ കിഡ്നി ദാനത്തെ കുറിച്ച് പറഞ്ഞത് അങ്ങനെയാണെന്നാണ്. സ്വീകരിക്കാൻ പറ്റുമോ? പറ്റുന്ന. കൊടുക്കാൻ പറ്റുമോ? പറ്റൂല. അങ്ങനെയാണ്. നമ്മുടെ മിൽക്കല്ല, ഒരാൾ കൊടുത്തു വെച്ചതുണ്ട്, ഏതോ ഒരാളുടേത്. നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുമോ? സ്വീകരിക്കാം. കൊടുക്കാൻ പറ്റൂല എന്നാണ്. ആധുനിക ആലിമീങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഫിഖ് കോൺഫറൻസ് ഈ അടുത്ത് ഈജിപ്തിൽ കൂടി അതിന്റെ ലോക ഫുഖഹാഇന്റെ വലിയ സമ്മേളനത്തിൽ വെച്ചിട്ട് അതിന് ആധുനിക ചില കാഴ്ചപ്പാടുകൾ പറ്റുമെന്നൊക്കെ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ പോലും സൂക്ഷ്മതയുടെ അഭിപ്രായത്തിൽ പറ്റൂല എന്ന ട്രാൻസ്പ്ലാന്റേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റൂല. നമ്മുടെ കണ്ണ് ദാനം ചെയ്യാൻ പറ്റൂല. നല്ലൊരു കാര്യമാണ്, പക്ഷെ നമുക്ക് ചെയ്യാൻ പാടില്ല. സ്വീകരിക്കാം, കൊടുക്കാൻ പറ്റൂല. എന്തേ? നമ്മുടേതല്ലല്ലോ, പിന്നെ എങ്ങനെ നമ്മൾ കൊടുക്കുക എന്നാണ്. അങ്ങനെയാണ് വിഷയം. അപ്പോ അവിശ്വാസികളെന്ന് ബഹുദൈവ ആരാധകരായിരുന്ന കാലത്ത് മക്കയിൽ നടത്തിയിരുന്ന ഉത്സവങ്ങളുണ്ട്. ആ ഉത്സവങ്ങളിൽ അവരുടെ ഉത്സവങ്ങളും പ്രാർത്ഥനകളും അന്ന് വാദ്യമേളകളായിരുന്നു. മ്യൂസിക് ഉപകരണങ്ങളാ ഉപയോഗിക്കുക, ചണ്ടയും വാദ്യമേളങ്ങളും. അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ അത് പാടില്ലാത്തതാണ്. അള്ളാഹുവിന്റെ ശറയിൽ അത് നിരോധിക്കപ്പെട്ട വിഷയമാണ്. നമുക്കത് പാടില്ല. എവിടെ നടന്നാലും പാടില്ലാത്തതാണത്. വിശുദ്ധ ഖുർആൻ പറയാണ്, ഫദൂഖുൽ അദാബ്, അള്ളാഹുവിന്റെ ശിക്ഷ രുചിച്ചേക്കണം. ബിമാ കുൻതും തഖൂൻ, നിങ്ങൾ അവിശ്വാസം ചെയ്തത് കാരണമുള്ള ശിക്ഷ നിങ്ങൾ സ്വീകരിച്ചേക്കണം. എന്താ ശിക്ഷ എന്നറിയോ? കുരങ്ങുകളായിട്ടും പന്നികളായിട്ടും മനുഷ്യരെ കോലം മറിക്കുന്ന നബി തങ്ങൾ പറയുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ അത്ഭുതകരമായ ഒരു ഹദീസ്. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. رسول الله صلى الله عليه وسلم തങ്ങൾ പറയാ, അവിശ്വാസികൾ അവിടെ ചെയ്തിരുന്ന ഉത്സവങ്ങൾ പാട്ടുകളും മ്യൂസിക്കുമായിരുന്നു. അതിന് നാളെ ശിക്ഷയുണ്ട് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. നബിതങ്ങൾ ദുന്യാവിൽ വെച്ച് അതിന് കിട്ടുന്ന ഏറ്റവും വലിയ ശിക്ഷയെക്കുറിച്ച് പറഞ്ഞത്, സയകൂനു ഫീ ഉമ്മതി ഖസ്ഫുൻ വഖദ്ഫുൻ വമസ്ഖുൻ, എന്റെ സമൂഹത്തിൽ ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടുന്ന അപകടങ്ങൾ സംഭവിക്കാൻ പോകുന്നുണ്ട്. വഖദ്ഫുൻ വമസ്ഖുൻ, ആകാശലോകത്ത് നിന്ന് ചരൽക്കല്ലുകൾ മഴ വർഷിക്കാൻ പോകുന്നുണ്ട്. മനുഷ്യന്മാരുടെ മുഖം പോലും വികൃതമാകാൻ പോകുന്നുണ്ട്. എപ്പോഴാണ് നബിയെ അത് എന്ന് ചോദിച്ചപ്പോ, ഇദാ ദഹറത്തിൽ ഖൈനാത്ത്, പാട്ടുപാടുന്ന പെൺകുട്ടികൾ സ്റ്റേജുകളിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയാലാണത്. എപ്പോ? പാട്ടുപാടുന്ന പെൺകുട്ടികൾ റിയാലിറ്റി ഷോകളിലോ സിനിമകളിലോ സീരിയലുകളിലോ അല്ലാത്തിടങ്ങളിലോ കലോത്സവങ്ങളിലോ പ്രായപൂർത്തിയെത്തിയ മക്കള് അന്യ ആണുങ്ങളുടെ അന്യ ചെറുക്കന്മാരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് പാട്ടുപാടാൻ തുടങ്ങുമ്പോ, വൽ മആസിഫു, മ്യൂസിക് ഉപകരണങ്ങൾ വ്യാപിക്കാൻ തുടങ്ങിയാൽ, വസ്തഹല്ലത്തിൽ ഖുംറു, കള്ളുകൾ ഹലാലാണെന്ന് വൽക്കരിക്കപ്പെടുമ്പോ, ലയകൂനന്ന മിൻ ഉമ്മതി അഖ്വാമുൻ യശ്റബൂനൽ ഖംറ, മദ്യപിക്കുന്ന ആളുകൾ എന്റെ സമൂഹത്തിൽ വരാനുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വയുഅസഫു അലാ റൂസിഹിം ബിൽ ഖിയാൻ, തലയുടെ മേൽ മ്യൂസിക് പ്ലേ ചെയ്യപ്പെടുന്നവര്, നേരത്തെ പറഞ്ഞില്ലേ, ഹെഡ്ഫോൺ വെച്ചിട്ടോ അല്ലാതെയോ തലയുടെ മുകളിൽ മ്യൂസിക് കളിക്കപ്പെടുന്നവര്, മ്യൂസിക് ഉപയോഗിക്കുന്നവര് തലയുടെ മുകളിൽ എന്ന് പറഞ്ഞ ചെവിയിൽ മ്യൂസിക് പ്ലേ ചെയ്യുന്ന അവസ്ഥ വരും. യംസഖുഹുമുല്ലാഹു തആല ഖിറദതൻ വഖനാജീർ, അല്ലാഹുവിന്റെ മുമ്പിലേക്ക് അവർ കടന്നു വരുമ്പോ പന്നികളുടെയും കുരങ്ങന്മാരുടെയും മുഖമായിട്ടാണ് കടന്നു വരികയെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിരന്തരമായി മ്യൂസിക് കേട്ടിരുന്ന ആളുകൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാതെ
അള്ളാഹുവിന്റെ ഖുർആൻ കേൾക്കാതെ മ്യൂസിക് കേട്ട് നടന്നവരെ നാളെ പരലോകത്ത് തിരിച്ചറിയാൻ മുഖത്ത് നോക്കിയാൽ പന്നിയുടെയോ കുരങ്ങിന്റെയോ രൂപമുണ്ടാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളത് ആഗ്രഹിക്കുന്നുണ്ടോ? മുഅ്മിനീങ്ങൾ യൗമ തറൽ മുഅ്തറല്ലദീന ആമനു, മുഅ്മിനീങ്ങളായ ആളുകളുടെ മുമ്പിൽ അവരുടെ തസ്ആ നൂറുഹും ബൈന ഐദീഹിം, അവരുടെ മുമ്പിൽ പ്രകാശമുണ്ട്. വബി ഐമാനിഹിം, മുഅ്മിനീങ്ങളുടെ വലതുഭാഗത്ത് പ്രകാശം, മുമ്പിൽ പ്രകാശം, പിറകിൽ പ്രകാശം. അല്ലാഹു പ്രകാശത്തിന്റെ ആവരണം അണിയിക്കുമ്പോ കുരങ്ങന്മാരുടെ മുഖമായി നമ്മുടെ ചെറിയ മക്കള്, ചെറുപ്പക്കാര് നാളെ റബ്ബിന്റെ മുമ്പിലേക്ക് വരാൻ തുടങ്ങിയാൽ, നമ്മളെ പരിചയമുള്ള നമ്മുടെ അയൽപക്കക്കാര്, കൂടെ പഠിച്ചവര്, നമ്മുടെ കൂടെ കഴിയുന്നവര്, ഒരുമിച്ച് ടൂർ പോകുന്നവര്, ഒരുമിച്ച് കളിക്കുന്നവര്, ഒരുമിച്ച് ചിരിക്കുന്നവർ, ഒരുമിച്ച് സംഘമായി നടക്കുന്ന ചെറുപ്പക്കാർ നാളെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കുരങ്ങന്മാരുടെയും പന്നികളുടെയും മുഖത്തിൽ തിരിച്ചു വരുന്നത് ഭൂമിയിൽ മ്യൂസിക് കേട്ടതിന്റെ ശിക്ഷയായിരിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവത്തിലാണ് വിഷയം പഠിപ്പിക്കുന്നത്. മുസ്നദിൽ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവര് ഒരു ആവശ്യം നിർവഹിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയ ഹദീസുണ്ട്. ഒരു വഴിയിലൂടെ പോകുമ്പോൾ ആടിനെ മേച്ചു നടക്കുന്ന ഒരാളുടെ ഒരു വീണ കണ്ടു. ആടിനെ മേച്ചു നടക്കുന്ന ആളുകൾക്ക് അവരെ വശീകരിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്, ഒരു ഫ്ലൂട്ട്. ആടിനെ മേക്കുന്ന ആളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഫ്ലൂട്ട്, എന്താ നമ്മൾ പറയാ, മുള കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന ദ്വാരമുണ്ടാക്കി വിസിലടിക്കുന്ന ആ ചെറിയ ഉപകരണം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളുടെ പൊന്നുമോൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അത് കേൾക്കാനിടയായപ്പോ ചെവിയിൽ വിരൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ഹത്താ ജാവസ, അവിടുന്ന് കടന്നു പോകുന്നത് ചെവിയിൽ വിരൽ വെച്ചിട്ടാണ്. ആട്ടിടയന്റെ ഫ്ലൂട്ട് കേൾക്കുമ്പോഴാണോ ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ നാട്ടിലെ ബസ്സിലോടുമ്പോൾ ബസ്സിലെ ഡ്രൈവർ പ്ലേ ചെയ്യുന്നത്, നമ്മളൊരു പാസീവ് ലിസണറാ, കുറ്റം ഉണ്ടാവില്ല. ബസ് പോവാൻ, ബസ് കയറി ചെമ്മാടെന്ന് കോട്ടാല് പരപ്പനങ്ങാട് തിരൂരിലേക്ക് പോവാൻ, താന്നൂരിലേക്ക് പോവാൻ, പരപ്പനങ്ങാട് കോഴിക്കോട്ടേക്ക് പോവാൻ ബസ്സിലാള് പ്ലേ ചെയ്ത് മ്യൂസിക്, നമ്മളത് ആസ്വദിക്കണില്ല. നമ്മളല്ലാതെ വെച്ചത് നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. നമ്മളത് ആസ്വദിക്കാതിരിക്കാൻ കുഴപ്പമില്ല, അള്ളാഹു നമുക്ക് ഒരു ശിക്ഷയും തരില്ല. നമ്മൾ ആസ്വദിക്കാൻ നിന്നാ കുറ്റാണ്. നമ്മൾ പാസീവ് ലിസണറാണ്, കുഴപ്പമില്ല, അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. നബി തങ്ങൾ പറഞ്ഞു, ചില ആളുകളുണ്ട് അവരുടെ ഖൽബിലെ നിയ്യത്തിനനുസരിച്ചാണ് അള്ളാഹുവിന്റെ വിചാരണ. ഏതെങ്കിലും ഒരു തെറ്റ് നടക്കുമ്പോ അയാൾ അവിടെ ഇല്ലായിരുന്നു, അയാൾ പറഞ്ഞു, പടച്ചോനെ ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കൊതിക്കുകയാണെങ്കിൽ അവിടെ വന്നവന്റെ കുറ്റം ആ കൊതിച്ചവൻ ഉണ്ടാകുമെന്ന് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വാദം നടക്കാൻ ആൾ ആഗ്രഹിച്ചു, പടച്ചോനെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. നമ്മുടെ ചെറമംഗലത്തെ മൊയ്തീൻകൊക്കെ ഉണ്ട് സൗദിയിൽ, അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു അല്ലേ. അല്ലാഹു ഖൈർ ചെയ്യുമാറാകട്ടെ. പടച്ചോനെ എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ അവിടെ പോയി ഇരുന്നേനെ എന്ന ആഗ്രഹമുണ്ട് മനസ്സിൽ. ശരീരം കൊണ്ട് വന്നിട്ടില്ല, മനസ്സുകൊണ്ട് കൊതിയുണ്ട് ആ നന്മ ചെയ്യാൻ. അങ്ങനെ നിങ്ങൾക്ക് കൊതിയുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളത് ചെയ്തില്ലെങ്കിലും ചെയ്തതിന്റെ കൂലി അല്ലാഹു നിങ്ങൾക്ക് തരുമെന്ന് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ അരുതാത്തൊരു സംഗതി, കല്യാണത്തിന് പോയി അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ വാദ്യമേളങ്ങളും ഇറങ്ങി പോരാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മളത് മനസ്സുകൊണ്ട് വെറുത്തു, കൽബ് കൊണ്ട് വെറുത്തു, നമ്മുടെ കൽബിൽ അതിന്റെ വെറുപ്പ് പ്രകടിപ്പിച്ചു. നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റാത്ത അവസ്ഥയാണ്. അത് പാസീവ് ലിസണറായിട്ട് അവിടെ ഇരുന്നു, നമുക്ക് കുറ്റം ഉണ്ടാവില്ല. അതല്ല, നല്ല രസമുണ്ടല്ലോ എന്ന് പറഞ്ഞിരുന്നാൽ ആസ്വദിച്ചവന്റെ കുറ്റം അതിനുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ളവർ ഈ വിഷയം പറഞ്ഞുകൊണ്ട് നിരന്തരം പാട്ട് കേൾക്കുന്ന ആളുകളുടെ കൽബിൻ അല്ലാഹു സീര് വെക്കുമെന്നാണ്. പിന്നെ വാദ് പറഞ്ഞാൽ ഏൽക്കൂല, ഖുർആൻ ഓതിയാൽ തരിപ്പ് വരൂല, അള്ളാഹുവിനെ പറ്റി പറഞ്ഞാൽ കൽബിന് പെടക്കൽ വരില്ല. കൽബ് സീല് വെച്ചിരിക്കുകയാണ്, കൽബ് സ്റ്റാമ്പ് ചെയ്തിരിക്കുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇദാ അദ്നബ ദംബൻ, ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്താൽ നുകിത ഫീഹി നുക്തത്തുൻ സൗദാ, ഹൃദയത്തിന്റെ മേലെ ഒരു കറുത്ത പുള്ളി വീഴുമെന്ന് മുത്ത് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മ്യൂസിക് കേട്ടു, ഒരു പാട്ട് കേട്ടു, ഒരു പാട്ട് മുഴുവൻ കേൾക്കണ്ട, ഓരോ സെക്കൻഡിലും ഡോട്ടുകൾ വീഴാണ്. ഇപ്പൊ തന്നെ കൽബ് ഡാർക്കായില്ലേ. രണ്ടെണ്ണം കേട്ടു, റിമോട്ടും പിടിച്ചിരിക്കല വല്യപ്പാന്റെ പണി, വല്യമ്മാന്റെ പണി, ചെറുപ്പക്കാരന്റെ, പെണ്ണിന്റെ, ആണിന്റെ, ജ്യേഷ്ഠന്റെ, അനുജന്റെ പണി ഇതാണ്. എന്താ പിന്നെ കൽബിന്റെ അവസ്ഥ? ഇരുട്ടല്ലേ അതിനുള്ളില്, ഇരുട്ടല്ലേ. എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ റാൻ,
ഹൃദയത്തിന്മേൽ മൂടി വീണിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം തിന്മകൾ ചെയ്യുമ്പോൾ ഖൽബിന് അല്ലാഹു ഇട്ടുകൊടുക്കുന്ന പുള്ളികളാണെന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അല്ലാഹു നമ്മുടെ ഖൽബുകളെ ശുദ്ധിയാക്കി തെരുമാറാകട്ടെ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു സയ്യിദു സുഹാദ്, ലോകത്ത് സുഹദ് ചെയ്ത് ജീവിച്ചവരുടെ നേതാവ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആണോ അതല്ല സുഫിയാനു സൗരിയാണോ എന്ന് ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് ഉലമാഇന്റെ ഇടയിൽ. എന്താ അഭിപ്രായം എന്നറിയുന്നത്? അതിന്റെ ലക്ഷ്യം എന്താ? ആരാണ് ഏറ്റവും വലിയ സാഹിദ് എന്നറിയോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അത്തതുഹു ദുനിയാ വഹിയ റാഗിമ, ദുനിയാവ് മുമ്പിലേക്ക് കുതിച്ചു വന്നപ്പോഴും ഒരുപാട് പൈസ വന്നപ്പോഴും ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചുപോയ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുമ്പോ രാജ്ഞിയായ ഫാത്തിമത്ത് ബിൻത് അബ്ദുൽ മലിക് അവര് കൂടെയുണ്ട്. മസ്ലമ സഹോദരൻ വന്ന് ചോദിച്ചു, ഫാത്തിമ, നിങ്ങളുടെ ഭർത്താവ് എന്റെ അളിയൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഈ കിടന്ന കിടപ്പിൽ ബഹുമാനപ്പെട്ടവരുടെ വസ്ത്രം മുഷിഞ്ഞിരിക്കുന്നുവല്ലോ, ആ വസ്ത്രം ഒന്ന് മാറ്റിക്കൊടുത്തൂടെ? ആളുകൾ സന്ദർശിക്കാൻ വരൂലെ, ഖലീഫയല്ലേ, രാജാവിന് തുല്യനായ ആളല്ലേ ഈ കിടക്കണത്, ഒന്ന് മാറ്റിക്കൊടുത്തൂടെ എന്ന് ചോദിച്ചപ്പോ ഒന്നും പറഞ്ഞില്ല. പിറ്റേന്ന് വന്ന് പറഞ്ഞു, ദേഷ്യപ്പെട്ട് മസ്ലമ ബിൻ അബ്ദുൽ മലിക് പറഞ്ഞു, ഫാത്തിമ, എന്റെ സഹോദരി, നിങ്ങളുടെ ഭർത്താവ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്റെ അളിയനാണ്, നമ്മുടെ ഖലീഫയല്ലേ, ഈ വസ്ത്രം മാറ്റിക്കൊടുത്തൂടെ, മുഷിഞ്ഞിരിക്കല്ലേ? മൂന്നാമത്തെ ദിവസവും ഇതേ വാക്കാവർത്തിച്ചപ്പോ കരഞ്ഞുകൊണ്ട് ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക് പറഞ്ഞു, സഹോദരാ മസ്ലമ, എന്റെ ഭർത്താവ് ഉമർ ഇബ്നു അബ്ദുൽ അസീസിന് ഈ വസ്ത്രമല്ലാതെ മറ്റൊരു വസ്ത്രമില്ല കേട്ടോ, വേറൊരു വസ്ത്രമില്ല. ദുനിയാവ് കിട്ടിയിരിക്കെ സുഹദ് ചെയ്ത ആളാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ആളുകൾ പറഞ്ഞു, സുഫിയാനു സൗരി തങ്ങൾക്കും ദുനിയാവ് വന്നിരുന്നുവെങ്കിൽ ഇങ്ങനെയായിരിക്കും ആവുക. പക്ഷേ ലൈസൽ മുജർരിബു, തജ്രീബ്, ഇവിടെ പരിചയം പ്രാക്ടിക്കലായി കൊണ്ടുവന്ന ആള് സങ്കല്പിച്ചു ചെയ്യുന്നവനെ പോലെ അല്ലല്ലോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ തന്നെയാണ് സയ്യിദ് സുഹാദ്, ദുനിയാവിൽ പരിത്യാഗം ചെയ്തവരുടെ നേതാവെന്ന് പറഞ്ഞ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? മക്കളോട് പറയാണ്, ഉഹദ്ദിറുകുമുൽ ഗിനാ, മക്കളെ, പാട്ട് നിങ്ങൾക്ക് വേണ്ട കേട്ടോ, പാട്ട് നിങ്ങൾക്ക് വേണ്ട. ഉഹദ്ദിറുകുമുൽ ഗിനാ 3 പ്രാവശ്യം പറഞ്ഞത്, പാട്ട് നിങ്ങൾക്ക് വേണ്ട മക്കളെ. ഫമസ്തമഅഹു അബ്ദുൻ ഇല്ലാ അൻസാഹുല്ലാഹുൽ ഖുർആൻ, പാട്ട് കേട്ടവന് ഖുർആൻ അല്ലാഹു മറപ്പിച്ചു കളയുമെന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. രണ്ടാമത്തെ അപകടം അതാണ്. ഖുർആൻ മറന്നു പോകും. ഖുർആൻ മറന്നു, പാട്ട് കേട്ടിട്ടുണ്ടാവും, ഖൽബിൽ ഖുർആൻ മറന്നു പോകും. ഉമർ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മക്കളെ പഠിപ്പിക്കാമെന്ന് ഉസ്താദിനോട് പറഞ്ഞു കൊടുത്ത ആദ്യത്തെ ഉപദേശം, ലിയകുൻ അവ്വല മാ യഅതഖിദൂന മിൻ അദബിക് ബിഗള്ളിൽ മലാഹി അല്ലതി ബദൂഹാ മിനശ് ശൈത്താൻ. എന്റെ മക്കളോട് വാദ്യോപകരണങ്ങളും കളിക്കോപ്പുകളും ഒന്നും വേണ്ട എന്ന് എന്റെ മക്കളെ പഠിപ്പിച്ചേക്കണം. അതിന്റെ തുടക്കം പിശാചാണ്. വആഖിബതുഹാ സഖത്തുർ റഹ്മാൻ, അതിന്റെ അന്ത്യം കാരുണ്യവാനായ അല്ലാഹുവിന്റെ ദേഷ്യമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ഒരാൾ വന്ന് ചോദിച്ചു, അറഅയ്തൽ ഗിനാ അഹലാലുൻ അം ഹറാം? അക്കാർ ചോദിക്കുമല്ലോ, ഹലാലാണോ ഹറാമാണോക്കെ. ഇബ്നു അബ്ബാസ് തങ്ങളോട് വന്ന് ചോദിച്ചു, പാട്ടിനെ പറ്റി എന്താ അഭിപ്രായം, അത് ഹലാലാണോ ഹറാമാണോ? ആരോട്? സ്വഹാബിയായ തങ്ങളാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, സയ്യിദാണ്, തങ്ങളാണ്. ഉമർ റളിയല്ലാഹു അൻഹു ആ സയ്യിദിനെ കാണുമ്പോ, നബി തങ്ങൾ വഫാത്താകുമ്പോ ഇബ്നു അബ്ബാസ് തങ്ങൾക്ക് വയസ്സ് 13, ചെറുപ്പക്കാരനാണ്, സയ്യിദ് കുട്ടിയാണ്. ആ സയ്യിദിനെ കാണുമ്പോ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കൈയെടുത്ത് മുത്തിയിട്ട് പറയും, ഹകദാ ഉമിർനാ അൻ നഫ്അല ബി അഹ്ലി ബൈത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ കണ്ടാൽ ഇങ്ങനെ കൈമുത്തണമെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ആ കുഞ്ഞിന്റെ കൈമുത്തുമായിരുന്നു ഉമർ ഫാറൂഖ് തങ്ങള്, ഇബ്നു മസ്ഊദ് തങ്ങള്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങള്, പ്രഗൽഭരായ സ്വഹാബിമാര്. അതുകൊണ്ടാണ് നമ്മൾ സയ്യിദന്മാരുടെ കൈമുത്തുന്നത്. നബി തങ്ങളുടെ സ്വഹാബത്ത് പഠിപ്പിച്ചതാ. ആ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയോട് ഒരാൾ വന്ന് ചോദിച്ച ചോദ്യം, ഈ മഹാനാണ് റഈസുൽ മുഫസ്സിരീൻ, ഖുർആനിന്റെ ഇന്റർപ്രറ്റേഴ്സ്, ഖുർആനിനെ വ്യാഖ്യാനം ചെയ്തവരുടെ നേതാവ്. റഅയ്തൽ ഗിനാഅ ഹലാലുൻ അം ഹറാം, പാട്ട് ഹലാലാണോ ഹറാമാണോ?
ഇതിപ്പോ നിങ്ങൾക്ക് വേറെ പലതും മറ്റേ ഉസ്താദ് അത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെ അങ്ങ് വേറെ വേറെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അങ്ങനെയൊക്കെ ചോദിക്കേണ്ടപ്പോൾ ഞാൻ ഈ ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്. ഇത് ഹലാലോ ഹറാമോ എന്നൊരു ചോദ്യം വരുമ്പോ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി നിങ്ങൾ നഫ്സിനോട് ചോദിക്കുക, അപ്പൊ ഇതിന് മറുപടി കിട്ടും. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അവര് സ്വഹാബിയാണ്, വാപ്പ അബ്ബാസ് എന്നവരും സ്വഹാബിയാണ്. ഇതുകൊണ്ട് റളിയല്ലാഹു അൻഹുമാ ഉമർ തങ്ങൾ സ്വഹാബിയാണ്, മോനും സ്വഹാബിയ, അതുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അങ്ങനെ പറയണം. രണ്ടുപേരും വാപ്പയും മകനും സ്വഹാബിയാണ്. ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചപ്പോ മഹാനായ ഇബ്നു മസ്ഊദ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഈ ചോദിച്ചത് മ്യൂസിക് ഇൻസ്ട്രുമെന്റുകളില്ലാതെ അന്ന് പാടിയിരുന്ന അറബികളുടെ പാട്ടിനെ കുറിച്ചാണ്. ചില ആളുകൾ മ്യൂസിക് ഉപകരണങ്ങൾ ഉപയോഗിക്കാറുണ്ട്, ഉണ്ടോ? അത് വളരെ കുറവല്ലേ? എണ്ണമറ്റ വളരെ ചെറിയ കൊച്ചു കൊച്ചു ഇൻസ്ട്രുമെന്റുകളല്ലാതെ മറ്റൊന്നുമില്ലാത്തൊരു കാലത്താണ് റഈസുൽ മുഫസ്സിരീനോട്, ഖുർആനിന്റെ വ്യാഖ്യാതാക്കളുടെ നേതാവിനോട്, നബിയുടെ കുടുംബത്തിൽ വന്ന തങ്ങൾ കുട്ടിയോട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയോട് ചോദിക്കുന്നത് ഇത് ഹലാലാണോ ഹറാമാണോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി, മുഅ്മിനെ നിങ്ങളുടെ ശരീരത്തോട് ചോദിച്ചു നോക്കുക. ഇത് നിങ്ങൾക്ക് ഒരുപാട് വിഷയങ്ങൾക്ക് മറുപടി കിട്ടും ഇങ്ങനെ ചോദിച്ചാൽ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അറഅയ്തൽ ഹഖ്ഖ വൽ ബാതില, ഹഖ്ഖും ബാതിലും നിങ്ങൾക്ക് മനസ്സിലാവോ? മനസ്സിലാവും. ഇദാ ജാഅ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലേക്ക് ഹഖ്ഖും ബാതിലും അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വന്നാൽ ഫഅൈന യകൂനുൽ ഗിനാ, ഈ പാട്ട് ഹഖ്ഖിന്റെ കൂടെയാണോ ഉണ്ടാവുക ബാതിലിന്റെ കൂടെയാണോ ഉണ്ടാവുക? നീ പറയ്. പറഞ്ഞു മഅൽ ബാതുലി, ബാത്തുലിന്റെ കൂടെയാണത്, ഹഖല്ലല്ലോ. ഫമാദാ ബഅദൽ ഹഖ് ഇല്ല ളലാൽ, അതുകൊണ്ട് ഹഖല്ലാത്തത് വഴിപിഴച്ചു പോയത് തന്നെയല്ലേ. ഇദ്ഹബ് ഫഖദ് അഫ്തൈത നഫ്സക്, പോയിക്കോ, നീ നിനക്ക് തന്നെ ഫത്വ പറഞ്ഞിരിക്കുന്നു, നിനക്ക് ബോധ്യപ്പെട്ടല്ലോ, ഇനി ആരോടും അത് ചോദിക്കേണ്ടതില്ല. നാളെ പരലോകത്ത് പാട്ട് വന്നാൽ ഹക്കും ബാത്തിലും വരുമ്പോ ഹക്കിന്റെ കൂടെയാണോ പാട്ടുണ്ടാവുക ബാത്തിലിന്റെ കൂടെയാണോ പാട്ട് വരിക? ഇതൊന്ന് ആലോചിച്ചാ മതി. ബാത്തിലിന്റെ കൂടെയാണല്ലോ, മതി 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 മതി, അതുകൊണ്ടത് ളലാലാണ്. ഫമാദാ ബഅദൽ ഹഖ് ഇല്ല ളലാൽ. മഹാനായ നബി തങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഫകാന യുസമ്മിൽ ഗിനാഅ മിസ്മാർ അശ്ശൈത്താൻ, പിശാചിന്റെ വാദ്യമേളങ്ങളാണെന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പാട്ടിന് പേര് വെച്ചിട്ടുണ്ട്. എന്താ അബൂബക്കർ റളിയല്ലാഹു അൻഹു പാട്ടിന് വെച്ച പേര്? മിസ്മാർ അശ്ശൈത്താൻ, the musical instrument of shaitan, Satan's, പിശാചിന്റെ ഹാൻഡിക്രാഫ്റ്റ്, പിശാചിന്റേതാണ്, പിശാചിന്റെ വാദ്യോപകരണമാണ് പാട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സിദ്ദീഖീങ്ങളുടെ നേതാവ്, അംബിയാഇന്റെ സ്ഥാനം കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു മദീന കണ്ട പ്രഗൽഭനായ ഇമാം. ലാ യുഫ്താ വ മാലികും ഫിൽ മദീന, ഉലമാഇന്റെ ലോകത്ത് ഇന്നും അറിയപ്പെടുന്ന ഒരു പ്രൊവർബ്, ഒരു മഹൽ, മാലിക് എന്നവരെ മദീനത്ത് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ലോകത്താരും പിന്നെ ഫത്വ കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിനോട് വന്ന് ചോദിച്ചിട്ടുണ്ട്. മാലികി മദ്ഹബിന്റെ ഇമാമാണ്, ഇമാമു ദാരിൽ ഹിജ്റ റളിയല്ലാഹു അൻഹു, മദീന കണ്ട പ്രഗൽഭനായ ആലിം. എന്താ മസ്അല എന്ന് ചോദിച്ചു. നമ്മളെ ഉലമാഇന്റെ അഭിപ്രായങ്ങളൊക്കെ നിരത്താണ്, പിന്നെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി സംശയം വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നിങ്ങൾക്ക് വിട്ടു തന്നു വിധി നിർണയം, അള്ളാഹുവിൻ്റെയും അവൻ്റെ ഹബീബിൻ്റെയും അവിടുത്തെ സ്വഹാബത്തിൻ്റെയും മദ്ഹബിൻ്റെ ഇമാമിയങ്ങളുടെയും അഭിപ്രായം ഇതാണെങ്കിൽ എനിക്ക് ഇതോടൊന്നും യോജിപ്പില്ല, മറ്റൊന്നാണ് എന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ അത് നിങ്ങളും അള്ളാഹും തമ്മിലായിക്കോട്ടെ, പക്ഷെ ഇത് ഞാൻ എത്തിച്ചു തരുന്നത് എൻ്റെ ബാധ്യതയാണ്. മാലിക് ഇമാമിനോടാണ് ചോദ്യം. അനിൽ ഗിനാ, പാട്ടിനെ സംബന്ധിച്ചുള്ള അഭിപ്രായം എന്താണ്? മാ യഫഅലുഹു ഇൻദനാ ഇല്ലൽ ഫുസ്സാഖ്, തെമ്മാടികളായ ആളുകളല്ലാതെ ഞങ്ങളുടെ നാട്ടിൽ ഇത് ചെയ്യാറില്ലെന്ന് മഹാനായ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. അനാവശ്യമായ പാട്ടുകളെ കുറിച്ചായി പറയുന്നത്, നബിയെ കുറിച്ച് പാടുന്ന പാട്ടുകളല്ല. നബിയെ കുറിച്ചൊക്കെ ഒരുപാടും പാടിയിട്ടുണ്ടല്ലോ. وَأَجْمَلُ مِنْكَ لَمْ تَرَ قَطُّ عَيْنِي وَأَحْسَنُ مِنْكَ لَمْ تَلِدِ النِّسَاءُ
خلقت مبرأ من كل عيب كأنك قد خلقت كما تشاء. നബിയെ പറ്റി പാട്ടുപാടിയതാണത് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു. يا أكرم الخلق ما لي من ألوذ به سواك عند حلول الحادث العميم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഇമാമുനാ ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി ഹബീബിനെ കുറിച്ച് 100ഓളം വരികളിൽ പാട്ട് പാടിയിട്ടുണ്ട്. നബി തങ്ങളുടെ മദ്ഹ് പറഞ്ഞിട്ട് അതിനെക്കുറിച്ചല്ല നമ്മൾ ഈ പറയുന്നത്, അത് അല്ലാഹു അനുവദിച്ചതും പ്രോത്സാഹിപ്പിച്ചതും. നബിയേ വഅജ്മലു മിൻക, അങ്ങയെക്കാളും സൗന്ദര്യമുള്ള ഒരാളെ ലം തറഖത്തു ഐനി, എൻ്റെ കണ്ണുകൾ കണ്ടിട്ടില്ല നബിയേ. അങ്ങയെക്കാളും ഭംഗിയുള്ള ഒരാളെ എൻ്റെ കണ്ണുകൾ കണ്ടിട്ടില്ല. വഅഹ്സനു മിൻക ലം തലിദിൻ നിസാഉ, നബിയേ അങ്ങയെക്കാളും സുന്ദരനായ ഒരാളെ ഒരു ഉമ്മയും പ്രസവിച്ചിട്ടില്ല നബിയേ, ഒരു ഉമ്മയും പ്രസവിച്ചിട്ടില്ല. ഒരു ന്യൂനതയും ഇല്ലാതെയല്ലോ അല്ലാഹു നിങ്ങളെ പടച്ചത്. എങ്ങനെയാണോ അങ്ങ് ജനിക്കാൻ കൊതിച്ചുപോയത് അങ്ങനെ അല്ലാഹു അങ്ങയെ ജനിപ്പിച്ച പോലെ. നബി തങ്ങളെ പറ്റി മദ്ഹ് പാടിയതാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. അതിനെക്കുറിച്ചല്ല നമ്മൾ ഈ പറയുന്നത്. ദീനിന്റെ പേരിലാണെന്ന് പറഞ്ഞ് മാപ്പിളയുടെ പാട്ടുകളാണെന്ന് പറഞ്ഞ്, മാപ്പിള എന്നത് മുസ്ലിമിന്റെ പേരാ. മുസ്ലിം എന്നാണ് ആ വാക്കിന് അർത്ഥം കൊടുക്കാറുള്ളത്. മുസ്ലിമീങ്ങളുടെ പാട്ടാണെന്ന് പറഞ്ഞ് ആഭാസങ്ങൾ പാടുന്നത്, അങ്ങനത്തെവളെ ഇങ്ങനത്തെവളെ എന്ന പെണ്ണിനെ സംബന്ധിച്ചുള്ള വർണ്ണനകൾ, വ്യഭിചാരത്തിലേക്കുള്ള സ്റ്റിമുലേഷൻസ്, വ്യഭിചാരത്തെക്കുറിച്ചുള്ള ചിന്തിപ്പിക്കുന്നത്, ഒരു പെണ്ണിന്റെ സൗന്ദര്യം വർണ്ണിക്കുന്നത് ആഭാസമാണ്, ഹറാമാണ്. റുഖിയത്തു സിന, അത് വ്യഭിചാരത്തിന്റെ മന്ത്രമാണെന്നാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്. നമ്മുടെ മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ പ്രധാനിയാണ് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, ഹംബലി മദ്ഹബിന്റെ ഇമാം. മാലിക്കി മദ്ഹബിന്റെ ഇമാം എന്ന് പറഞ്ഞു, നമ്മുടെ നാട്ടിലെ തെമ്മാടികളല്ലാതെ പാട്ടുപാടാറില്ല. അഹ്മദ് ബിൻ ഹംബൽ തങ്ങളോട് ചോദിച്ചു, പാട്ടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ, ഈ പാട്ടുകൾ ഖൽബിന്റെ ഉള്ളിൽ കപടവിശ്വാസം ഉണ്ടാക്കും, മുനാഫിക്കിന്റെ സ്വഭാവം ഉണ്ടാക്കും, അതെനിക്കിഷ്ടമല്ല എന്ന് മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു. മഹാനായ നമ്മുടെ ഇമാമുണ്ടല്ലോ, നമ്മുടെ മദ്ഹബിന്റെ ഇമാം, ഇമാമുന മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു എന്താണ് പാട്ടിനെ കുറിച്ച് പറഞ്ഞത്? സമ്മാഹു ദിയാസ, പാട്ടെന്ന് പറയുന്നത് ദിയാസത്താണ്. അല്ലാഹു പറഞ്ഞു, നാളെ 3 മനുഷ്യർ അല്ലാഹുക്ക് ഇഷ്ടമല്ല. അദ്ദയ്യൂസ്, ആരാണ് ദയ്യൂസ് നബിയെ എന്ന് ചോദിച്ചപ്പോൾ, അല്ലദീ യുഖിറു ഫീ അഹ്ലിഹിൽ ഖുബ്സ, വീട്ടുകാർ വ്യഭിചരിച്ച് നടന്നാൽ പ്രശ്നമല്ലാത്ത പുരക്കാരൻ. സ്വന്തം മക്കള് കണ്ടവന്റെ കൂടെ ഒളിച്ചോടി പോയാൽ അഭിമാനിക്കുന്ന വാപ്പ, കണ്ടവന്റെ കൂടെ കറങ്ങിത്തിരിഞ്ഞ് നടക്കുന്ന കുട്ടികളുടെ വാപ്പ അത് അംഗീകരിച്ചു കൊടുക്കുകയും മനസ്സുകൊണ്ട് സന്തോഷിക്കുകയും ചെയ്യുന്ന വാപ്പമാര്, ഉമ്മമാര് അല്ലാഹു റഹ്മത്തിന്റെ കണ്ണുകൊണ്ട് നോക്കില്ലെന്ന് പറഞ്ഞ അവർക്ക് നബി തങ്ങളിട്ട പേരാണ് ദയ്യൂസ്. ആ പണിയാണ് ദയാസ. പാട്ട് കേൾക്കാന്ന് പറഞ്ഞത് വ്യഭിചാരം സമ്മതിച്ചു കൊടുക്കുന്നതിന് തുല്യമാണെന്ന് നമ്മുടെ മദ്ഹബിന്റെ ഇമാം ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു. ഇനി ഒരു ഇമാമാണ് ബാക്കിയുള്ളത്, 4 മദ്ഹബുകളിൽപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു. ഹനഫി അഹ്നാഫ് എന്തു പറഞ്ഞു? ഹനഫി മദ്ഹബിലെ ഉലമാ എന്തു പറഞ്ഞു? മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അഫ്താ ബിത്തഹരീം, അത് ഹറാമാണെന്ന് ഫത്വ കൊടുത്തിട്ടുണ്ട്. പാട്ടിന്റെ സീഡികൾ വിൽക്കുന്ന ഷോപ്പ് നടത്തുന്ന ചെറുപ്പക്കാരാ, നിർത്തിക്കോ, നിന്റെ പൈസ ഹറാമിന്റെ പൈസയാണ്. പാട്ടിന്റെ സീഡി വിറ്റുണ്ടാക്കുന്ന പൈസ നീ ഉണ്ടാക്കുന്നത് ഹറാമിന്റെ കാശാണ്. നിന്റെ മക്കളെ കൊണ്ടുപോയി തീറ്റിക്കുന്നത് ഹറാമിന്റെ പൈസയാണ്. കുല്ലു ലഹ്മിൻ നബത മിൻ സുഹത്തിൻ ഫന്നാറു ഔലാ ബിഹി, ഏതൊരു ശരീരമാണോ മാംസമാണോ ഹറാമ് കൊണ്ട് പോഷണം സിദ്ധിച്ചത്, ആ ശരീരം പോകാൻ നല്ലത് സ്വർഗമല്ല, നരകമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം ബിൽഡിംഗ്
പാട്ട് കച്ചവടക്കാർക്ക് വേണ്ടി വാടകക്ക് കൊടുക്കുന്നത് ഹറാമാണ് സഹോദര, ഹറാമാണ്. അതുകൊണ്ട് കിട്ടുന്ന വരുമാനം നിങ്ങൾക്ക് ഹറാം, അല്ലാഹു അനുവദിക്കുന്നില്ല. മദ്ഹബിന്റെ ഇമാമിങ്ങൾ ഈ വിഷയത്തിലെടുത്ത നിലപാടുകൾ ഇത്ര കർശനമാണെങ്കിൽ അഫ്താ ബിത്തഹ്രീം, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കൊടുത്ത ഫത്വ ഹറാമാണെന്നാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മുടെ മക്കളെ മ്യൂസിക് പഠിക്കാൻ പറഞ്ഞേക്കല്ലേ. അത് പിശാചിന്റെ സിലബസ് ആണ്, അത് പിശാചിന്റേതാണ്. നമ്മുടെ മക്കൾ സ്റ്റേജിൽ കയറി പാട്ട് പാടുന്ന മക്കളാവാൻ കൊതിക്കണ്ട, അത് പിശാചിന്റെ പണിയാണ്. നമ്മുടെ മക്കളുടെ നാവിൽ വിശുദ്ധ ഖുർആൻ ആവട്ടെ, സ്വലാത്തുകളാവട്ടെ, നല്ല നല്ല പാട്ടുകളാവട്ടെ, ഹബീബിന്റെ മദ്ഹുകളാകട്ടെ, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഹംദുകളാകട്ടെ, നബിയുടെ നാറ്റുകളാകട്ടെ, അതാണ് നമ്മുടെ നാവുകൾക്ക് കരണീയം, പാട്ടുകളല്ല. പിശാചേ, നിന്റെ ശബ്ദം കൊണ്ട് നിനക്ക് വേണ്ടവരെ നീ വശീകരിച്ചോ, എന്നാൽ എന്റെ സ്വന്തം ആളുകളെ നിനക്ക് കിട്ടുകയില്ല എന്ന് അള്ളാഹു പിശാചിനോട് പറഞ്ഞ ആ വാക്കിൽ പാട്ട് പഠിപ്പിച്ചുകൊണ്ട്, പാട്ട് കേൾപ്പിച്ചുകൊണ്ട്, പാട്ടിലേക്ക് ആകർഷിപ്പിച്ചുകൊണ്ട്, ഗാനമേളകളിലേക്ക് ആകർഷിപ്പിച്ചുകൊണ്ട്, റിയാലിറ്റി ഷോകളിലേക്ക് നീ ആകർഷിച്ചുകൊണ്ട് എന്റെ മനുഷ്യരെ, എന്റെ സൃഷ്ടികളെ നീ നരകത്തിലേക്ക് കൊണ്ടുവന്നാൽ അവരെയും നിന്നെയും ജഹന്നം നിങ്ങളുടെ സങ്കേതമാണെന്ന് അല്ലാഹു അവർക്ക് താക്കീത് കൊടുത്തിട്ടുണ്ട്. ഗുരുതരമായൊരു വിഷയമാണ് ഈ വിഷയം. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയാറുള്ളത് അൽ ഗിനാഉ മബ്ദൂഉൻ മിനശ് ശൈത്വാൻ, പിശാചിന്റേതാണ് അതിന്റെ തുടക്കം. ആഖിബതുഹു സഖത്തുർ റഹ്മാൻ, അതിന്റെ അന്ത്യം കാരുണ്യവാനായ അല്ലാഹുവിന്റെ ദേഷ്യമാണ്. അല്ലാഹു തആല നമുക്ക് കാവൽ തരട്ടെ, അല്ലാഹു നമുക്ക് കാവൽ തരട്ടെ. സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് എന്നവര് ഒരു പാട്ടുകാരന്റെ പാട്ട് കേട്ടപ്പോഴാണ് ദേഷ്യം വന്നിട്ട് ആ പാട്ട് പാടുന്ന മൊത്തം ട്രൂപ്പ് അവരെ കൊണ്ടുവന്നു. ഈ റിയാലിറ്റി ഷോകൾ നടത്തുന്ന ആളുകൾ, പാട്ടുകാരികളെ കൊണ്ടുവരുന്നവര്, സിനിമാ നടന്മാരെ കൊണ്ടുവരുന്നവര്, അതിന്റെയൊക്കെ പിന്നിൽ വ്യഭിചാരത്തിന്റെ പിമ്പുകളായിട്ട് വർക്ക് ചെയ്യാറില്ലേ? നിങ്ങൾ സ്വന്തം ശരീരത്തോട് ചോദിച്ചു നോക്ക്. പിമ്പുകാരായിട്ട് ജോലി ചെയ്യാറില്ലേ? വ്യഭിചാരത്തിന്റെ കച്ചവടം അതിന്റെ പിന്നിൽ നടക്കാറില്ലേ? അതല്ലേ ഈ പറഞ്ഞ വാക്കിനർത്ഥം? അൽ ഗിനാ, ഈ പാട്ടുകൾ നമ്മുടെ വീടിന്റെ ഉള്ളിൽ TV ഓൺ ചെയ്താൽ കേൾക്കുന്നത് പാട്ടല്ലേ? നമ്മുടെ മക്കളല്ലേ കേൾക്കുന്നത്? നമ്മുടെ മക്കൾ കാണുന്നതല്ലേ? വാപ്പയും ഉമ്മയും ഇരുന്ന് നടന്മാർ ആലിംഗനം ചെയ്യുന്ന കാഴ്ച, ചുംബനം ചെയ്യുന്നത് നിസ്സങ്കോചം, നാണം പോലുമില്ലാതെ മക്കളും വാപ്പയും ഉമ്മയും ഇരുന്ന് കാണുന്നില്ലേ? പച്ച ഹറാമല്ലേ സഹോദരങ്ങളെ ഇത്? അഫല്ലാഹു അമ്മാ സലഫ്, കഴിഞ്ഞു പോയ കാലത്ത് പറ്റിയ തെറ്റുകളൊക്കെ അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ, അല്ലാഹു നമുക്ക് മാപ്പ് തരട്ടെ, നമ്മുടെ ഉമ്മത്തിന് അല്ലാഹു പുറത്തു തരട്ടെ, എല്ലാവർക്കും അല്ലാഹു മാപ്പ് ചെയ്യട്ടെ. ഇവിടുന്ന് അങ്ങോട്ട് നന്നായിക്കോളൂ. ഞാൻ എന്റെ ശരീരത്തോടും നിങ്ങളോടും വസിയത്ത് ചെയ്യാം. അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. മഹാനായ സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് എന്നവര് അവരെ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ട് ആ മൊത്തം ട്രൂപ്പിനെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ആൺകുതിര ചില ശബ്ദം ഉണ്ടാക്കിയാൽ പെൺകുതിര ഒരുങ്ങി നിൽക്കാറുണ്ട്. ഇന്നൽ ഫറസ ലയസ്ഹൽ ഫതസ്തൗദിഖു ലഹു റംക, ആണൊട്ടകം ചില ശബ്ദമുണ്ടാക്കിയാൽ പെണ്ണൊട്ടകം ഒരുങ്ങി നിന്ന് കൊടുക്കാറുണ്ട്. ഇന്നൽ ഫഹ്ല ലയഹ്ദുർ ഫതബ്ദഉ ലഹു നാഖ, ആണാട് ചില ശബ്ദമുണ്ടാക്കിയാൽ പെണ്ണായ ആട് ഒരുങ്ങി നിൽക്കാറുണ്ട്. വഇന്ന തൈസ ലയനുബ്ബു ഫതസ്തഹരിമു ലഹുൽ അൻസ് വഇന്നർ റജുല ലയതഗന്ന, ആണുങ്ങൾ പാട്ട് പാടുമ്പോ ഫതസ്താഖു ലഹുൽ മർഅ, പെണ്ണിന്റെ ഹൃദയത്തിൽ ഒരു അനുരാഗവും ഒരു സ്നേഹവും പ്രേമവും മണപൊട്ടാറുണ്ട്. മുഴുവൻ ആളുകളെയും കൊണ്ടുവന്ന് ആ ട്രൂപ്പിലെ മുഴുവൻ ആളുകളെയും ഷണ്ഡീകരിക്കാൻ ഉത്തരവ് കൊടുത്ത ഖലീഫയാണ് സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക്. നിങ്ങളെ കൊണ്ട് ഇവിടുത്തെ പെണ്ണുങ്ങൾ ഫസാദായി പോകാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നമ്മുടെ സലഫ് സ്വാലിഹീങ്ങൾ പറയുന്നത് അൽ ഗിനാ യൂരിസുൻ നിഫാഖ ഫീ ഖൗം, ഒരു സമൂഹത്തിന്റെ മനസ്സാകെ കപടവിശ്വാസമായി മാറാൻ ഗാനമേളകളെ കൊണ്ട് സാധിക്കുമെന്നാണ്. ഒരു ഗാനമേള ഒരു നാട്ടിൽ നടന്നാൽ ആ നാട്ടിലെ മനുഷ്യരുടെ, ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും കുട്ടികളുടെയും മനസ്സിന്റെ ഉള്ളിൽ തിന്മകൾക്ക് കുഴപ്പമില്ല. അന്യാണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് നടക്കുന്നത്, തോളിൽ പിടിച്ചാടുന്നത്, നൃത്തം ചെയ്യുന്നത്, ത്തിന്റെ ഭാഗം പച്ച കാണിച്ചു കൊടുക്കുന്നത്, ഇതൊന്നും കുഴപ്പമില്ല എന്ന കപടവിശ്വാസിയുടെ വിശ്വാസം ഒരു സമൂഹത്തിന്റെ മനസ്സിലേക്ക് കൊടുക്കാൻ പാട്ടുകൾക്ക് കഴിയും. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ദീൻ അത് നിഷിദ്ധമാണെന്നും
ഗൗരവത്തിലാണെന്നും പറയാൻ കാരണമെന്ന് ഈ ഉലമാഇന്റെ ഫത്വ നൽകിയിരിക്കുകയാണ്. മഹാനായ ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹ്, മഹാനായ അല്ലാമ ഇബ്നു സ്വലാഹ്, അബു ത്വയ്യിബ് അൽ-ത്വബരി, അൽ ഇമാം അൽ-ഖുർത്തുബി, മഹാനായ ഇബ്നുൽ ഖയ്യിം അൽ-ജൗസിയ്യ, മഹാനായ ഇബ്നു ഹജർ അൽ-ഹൈതമി, ഇവർ മുഴുവനും ഹക്കൽ ഇജ്മാഅ അലാ തഹരീമിൽ മആസിഫ്, മ്യൂസിക് ഹറാമാണെന്ന് ഇജ്മാ ആണെന്ന് ഫത്വ കൊടുത്ത മഹത്തുക്കളാണ്. ഇജ്മാ, പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലെന്ന് ഉലമാഇന്റെ ഇജ്മാ ഉണ്ടെന്ന് പറഞ്ഞവരാരാണ്? ഇമാമുന ഖുർത്തുബി റളിയല്ലാഹു അൻഹു. പറഞ്ഞോളൂ റളിയല്ലാഹു അൻഹു. മഹാനായ അബൂ ത്വയ്യിബ് അൽ-ത്വബരി റളിയല്ലാഹു അൻഹു, മഹാനായ ഇബ്നു റജബുൽ ഹംബലി, മഹാനായ ഇബ്നു ഖയ്യിം അൽ-ജൗസിയ്യ, മഹാനായ ഇബ്നു ഹജർ അൽ-ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹിം അജ്മഈൻ. ഇങ്ങനെയാണെങ്കിൽ ഈ വിഷയം ഗൗരവത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കള്ളിന്റെ അഡിക്ഷൻ വരുന്ന പോലെ പാട്ടുകൾക്ക് അഡിക്ഷൻ ഉണ്ട്. പാട്ട് കേൾക്കാതെ ഉറക്കം വരാത്ത കുട്ടികളുണ്ട്. ഉമ്മമാരെ, കുട്ടികൾക്ക് ഇത് വാങ്ങിച്ചു കൊടുക്കുമ്പോ, മൊബൈൽ ഫോണുകൾ വാങ്ങിച്ചു കൊടുക്കുമ്പോ, MP3കൾ വാങ്ങിച്ചു കൊടുക്കുമ്പോ, അവർക്ക് നിങ്ങൾ കളിക്കോപ്പുകൾ വാങ്ങിച്ചു കൊടുക്കുമ്പോ പാട്ടുകളില്ലാത്തത് വാങ്ങിച്ചു കൊടുത്തേക്കണേ. സിനിമാ പാട്ടുകൾ, ആഭാസമുള്ള പാട്ടുകൾ ഞാൻ തിരുത്തി പറയേണ്ട ആവശ്യമില്ലല്ലോ, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിനോടുള്ള സ്നേഹം ഖൽബിൽ നിന്ന് നഷ്ടപ്പെടുകയാണ്. അള്ളാഹുവിനോടുള്ള ഹുബ്ബ് ഖൽബിൽ നിന്ന് അള്ളാഹു എടുത്തു കളയും. ഖൽബിന്റെ ഉള്ളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കപട വിശ്വാസം കൊണ്ടുവരും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ ഉമ്മത്തിനെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ നിസ്കാരവും നോമ്പും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് വരും. ഇവിടെ അത് കേൾക്കുന്നവർക്ക് നാളെ പരലോകത്ത് സംഗീതമുണ്ട്, ഹൂറുൽ ഈനുകൾക്ക് പാട്ടുണ്ട്. നാളത്തെ ഏറ്റവും മനോഹരമായത് അള്ളാഹുവിന്റെ തസ്ബീഹാണെന്നാണ്. ഒരു ചെവിയും കേൾക്കാത്ത മധുരമയുള്ള ശബ്ദം നാളെ അള്ളാഹുവിന്റെ തസ്ബീഹാണ്. അത് കേൾക്കാൻ പറ്റൂല എന്നാ. യറാഹുൽ മുഅ്മിനൂന ബിഗൈരി കൈഫിൻ وإدراك وضرب من مثالي فينسون النعيم إذا رأوه فيا خسران أهل الاعتزال. അല്ലാഹുവിനെ നാളെ കണ്ണുകൊണ്ട് കാണാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് തരുമാറാകട്ടെ. നാളെ കണ്ണിന് ലഭിക്കുന്ന ഏറ്റവും വലിയ ആനന്ദം അല്ലാഹുവിനെ കേൾക്കലാണ്. ചെവിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ആനന്ദം നാളെ അല്ലാഹുവിന്റെ തസ്ബീഹ് കേൾക്കലാണ്. ആ തസ്ബീഹ് ഇവിടെ പാട്ട് കേട്ടവർക്ക് കേൾക്കാൻ കഴിയില്ല. ഇവിടെ പട്ടുവസ്ത്രം ധരിച്ച പുരുഷന്മാർക്ക് നാളത്തെ ഇസ്തബ്റഖും സുന്ദുസുൻ വസ്തബ്റഖ് ഒന്നും അവിടെ കിട്ടൂല. ഇവിടെ കള്ളു കുടിച്ചവർക്ക് സ്വർഗത്തിലെ മത്ത് വരാത്ത മദ്യം അല്ലാഹു നൽകുകയില്ല. മൻ യൽബസിൽ ഹരീറ ഫിദ്ദുനിയാ ലം യൽബസുഹു ഫിൽ ആഖിറ. ദുനിയാവിൽ പട്ട് ധരിച്ച പുരുഷന്മാർക്ക് പരലോകത്തിൽ അത് ധരിക്കാൻ സാധ്യമല്ലെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വമൻ ശരിബൽ ഖംറ ഫിദ്ദുനിയാ ലം യശ്റബ്ഹാ ഫിൽ ആഖിറ. ഇവിടെ മദ്യപാനം ശീലമാക്കിയവൻ, കള്ളു കുടിച്ചവന് അല്ലാഹു നാളെ പരലോകത്ത് കുടിപ്പിക്കുകയില്ല. കള്ളു കുടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയണ്ട. അവിടെ കടത്തൂല എന്നാ വാക്കിന്റെ അർത്ഥം. അവിടെ കടത്തൂല എന്ന. അള്ളാഹു നമുക്ക് കാത്തുരക്ഷിക്കുമാറാകട്ടെ. തൗബ ചെയ്ത് മടങ്ങിക്കോളി മുഅ്മിനീങ്ങളെ. തൗബ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും. പശ്ചാത്തപിച്ചോ, അള്ളാഹുലേക്ക് മനസ്സ് കൊടുത്ത് കരഞ്ഞു, റബ്ബേ തെറ്റുപറ്റി പോയിട്ടുണ്ട്, മാപ്പാക്കി തരണേ എന്ന് ചോദിച്ചോ, അള്ളാഹു മാപ്പ് തരും. അള്ളാഹു മാപ്പ് തരും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സ്വർഗത്തിൽ ഒരു വൃക്ഷമുണ്ട്, മനോഹരമായ വൃക്ഷം. ഇസ്രാഉ മിഅ്റാജൊക്കെ കഴിഞ്ഞില്ലേ ഹബീബിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തെല്ലാം കാഴ്ചകൾ കണ്ടു നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് യഗ്ഷ സിദ്റത മാ യഗ്ഷ. എന്ത് മനോഹരമായിരുന്നു സിദ്റ വൃക്ഷം. അതിന്റെ ഒരു മനോഹാരിതയെ നബി തങ്ങൾക്ക് പോലും വർണ്ണിക്കാൻ കഴിഞ്ഞില്ലെന്നാണ്. സ്വർഗത്തിലൊരു വൃക്ഷമുണ്ട്. ആ വൃക്ഷത്തിന്റെ തണലിൽ ഒരു യാത്രക്കാരൻ 100 വർഷം യാത്ര ചെയ്യുമെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. ആ വൃക്ഷത്തിന്റെ തണലിൽ ഇരുന്ന് സത്യവിശ്വാസികൾ വർത്തമാനം പറഞ്ഞിരിക്കും. അവിടെ നമുക്ക് സ്വറ പറഞ്ഞിരിക്കാൻ പറ്റും, വർത്തമാനം പറഞ്ഞിരിക്കാൻ. അങ്ങനെ ചില ആളുകൾ കൊതിക്കും. ചിലത് അങ്ങനെ ദുന്യാവിലെ ചില ലഹുവുകളെ, എന്റർടൈൻമെന്റുകളെ കുറിച്ച് ഇങ്ങനെ പറയും. ദുന്യാവിൽ നടന്ന ഗാനമേളകള്, ദുന്യാവിൽ നടന്ന വാദ്യോപകരണങ്ങളെ പറ്റിയൊക്കെ പറയുമ്പോ അള്ളാഹു സ്വർഗത്തിലെ ഒരു കാറ്റങ്ങോട്ട് പറഞ്ഞേക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യ അനുചരൻ സ്വഹാബിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ദുന്യാവിലെ ലഹുവിനെ കുറിച്ച് പറയും. നമ്മളതൊന്നും ഉപയോഗിച്ചിട്ടില്ലല്ലോ, അവിടെ മ്യൂസിക്കുകൾ ഉണ്ടായിരുന്നു, അവിടെ ഗാനമേളകൾ, നമ്മളതൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നിങ്ങനെ ആ മരത്തിന്റെ താഴെ ഇരുന്ന് ഇങ്ങനെ വർത്തമാനം പറയുന്ന ആളുകൾ. അല്ലാഹു സ്വർഗത്തിലൊരു കാറ്റയക്കും. ആ വൃക്ഷത്തിന്റെ ശിഖരങ്ങൾ ഇളകാൻ തുടങ്ങും.
അങ്ങനെ ദുന്യാവിൽ എന്തൊക്കെ ഉണ്ടായിരുന്നോ അത് മുഴുവനും അവർക്ക് പെയ്തു കൊടുക്കുന്നതാണ്. ആ വൃക്ഷത്തിന്റെ ശിഖരങ്ങളിൽ നിന്ന് ദുന്യാവിലെ ഏതെല്ലാം മ്യൂസിക് ഇൻസ്ട്രുമെന്റുകൾ ഉണ്ടോ അതൊക്കെ അവർക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്ത് ആസ്വദിപ്പിക്കുമെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അതിവിടെ ചെയ്യാത്തവർക്കാണ്. മുഹമ്മദ് ബിൻ മുൻകദിർ തങ്ങൾ പറയാൻ, ഖിയാമത്ത് നാളാകുമ്പോൾ അള്ളാഹുവിന്റെ ഒരു മലക്ക് വിളിച്ചു പറയും, ഈ വിളിച്ചു പറഞ്ഞ് വിളിക്കപ്പെടുന്നവരിൽ അള്ളാഹു നമ്മളൊക്കെ പെടുത്തി തരട്ടെ. ആമീൻ ആമീൻ. ഒക്കെ പറഞ്ഞോളി മുഅ്മിനീങ്ങളെ, അള്ളാഹു ഈ കൂട്ടത്തിൽ നമ്മൾ പെടുത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അയ്നല്ലദീന കാനൂ യുനസ്സിഹൂന അസ്മാഅഹും വഅൻഫുസഹും മിൻ മജാലിസിൽ ലഹ്വി വൽ മസാമീർ. ഗാനമേളകളൊക്കെ പോയിട്ടില്ലാത്തവർ, സിനിമ കണ്ടിട്ടില്ലാത്തവര്, പാട്ടുകൾ കേട്ടിട്ടില്ലാത്തവര്, അവരൊക്കെ എവിടെ? കാതുകളെ സൂക്ഷിച്ചിരുന്നവരെവിടെ എന്ന് അള്ളാഹുവിന്റെ മലക്കുകൾ നാളെ വിളിച്ചു പറയും. അസ്കിനൂഹും റിയാദൽ മിസ്കി, കസ്തൂരിയുടെ സുഗന്ധമുള്ള തോപ്പുകളിൽ അവരെ പോയി താമസിപ്പിക്കണമേ. അള്ളാഹുവിന്റെ മലക്കുകളോട് പറയും, അസ്മിഊഹും തംജീദി വ തഹ്മീദി, എന്റെ ഹംദും എന്റെ മജ്ദും അവരെ കേൾപ്പിച്ചേക്കണമേ എന്ന് മലക്കുകളോട് പറയുമ്പോ മനോഹരമായ രാഗത്തിലും താളത്തിലും അള്ളാഹുവിന്റെ മലക്കുകൾ ചൊല്ലിക്കൊടുക്കുന്ന സുബ്ഹാനല്ലാഹോളം കാതുകൾക്ക് കേൾക്കാൻ മനോഹരതയുള്ള മറ്റൊന്നും സ്വർഗത്തിൽ അവർക്ക് കിട്ടുകയില്ലെന്ന് മഹാനായ മുഹമ്മദ് ബിൻ മുൻകദിർ റളിയല്ലാഹു അൻഹു. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും മനോഹരമായ ശബ്ദമുള്ള ആൾ ആരാണെന്നറിയുമോ? ഏറ്റവും മനോഹരമായ ശബ്ദമുള്ള ആൾ അള്ളാഹുവിന്റെ മലക്കുകളിൽപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാമാണ്. സൂറന്ന കാഹളത്തിൽ ഊതാൻ പോകുന്ന ഇസ്രാഫീൽ അലൈഹിസ്സലാമാണ് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും. അന്നഹു ലൈസ മിൻ ഖൽഖില്ലാഹി അഹ്സന സൗതൻ മിൻ ഇസ്രാഫീൽ. ഇസ്രാഫീൽ അലൈഹിസ്സലാമിനെക്കാളും മധുരമായ ശബ്ദമുള്ള വേറെ ഒരാളും അല്ലാഹുവിന്റെ സൃഷ്ടികളില്ലെന്ന് മഹാനായ ഇബ്നു അബി ദുനിയ ഔസാഇ തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്. അല്ലാഹു പറയും ഇസ്രാഫീൽ അലൈഹിസ്സലാമിനോട്, എന്റെ സൃഷ്ടികൾക്ക് കേൾപ്പിച്ചു കൊടുക്കണം മധുരമുള്ള ഇവിടത്തെ മനോഹരമായ പാട്ടുകൾ കേൾപ്പിക്കണമേ. പാട്ടുകൾ കേൾപ്പിച്ചു കൊടുക്കുന്ന എത്ര കാലം എന്നറിയില്ല, ഒരുപാട് കാലം അള്ളാഹുവിന്റെ മലക്ക് ഇസ്രാഫീൽ അലൈഹിസ്സലാം ഏറ്റവും മധുരമുള്ള ശബ്ദത്തിൽ അള്ളാഹുവിന്റെ തംജീദുകളും തസ്ബീഹുകളും സ്വർഗവാസികൾക്ക് കേൾപ്പിച്ചു കൊടുക്കാൻ പോകുന്നുണ്ട്. അല്ലാഹു പറയും, വഇസ്സതി ലൗ യഅലമുൽ ഇബാദു ഖദ്റ അളമതി മാ അബദു ഗൈരി. എന്റെ മഹത്വം എന്റെ ആളുകൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നിലേക്കല്ലാതെ മറ്റൊരിടത്തേക്കും അവർ പോകുമായിരുന്നില്ല. എന്റെ ഖുർആൻ വിട്ട് അവരെങ്ങനെ സിനിമക്ക് പോകും? എന്റെ ഖുർആൻ വിട്ട് എങ്ങനെ അവര് പാട്ട് കേൾക്കാൻ വേണ്ടി പോകും? മുഅ്മിനീങ്ങളെ, അല്ലാഹു തന്ന ചെവി, ഈ ചെവിയുടെ ഫംഗ്ഷൻ അറിയണമെങ്കിൽ അതിന്റെ മെക്കാനിസം പഠിച്ചാൽ എന്താണ് ചെവി, എങ്ങനെയാണ് ശബ്ദം നമ്മുടെ ഉള്ളിലേക്ക് ആവേഗങ്ങളായി കയറി നമ്മുടെ തലയിൽ കൊണ്ടുപോയി പ്രവർത്തിപ്പിച്ച് കേൾക്കുന്നത് ഇന്നതാണെന്ന് നമ്മളെപ്പറ്റി ചിന്തിപ്പിച്ച് ആസ്വാദനം നൽകുന്ന ഈ ചെവിക്കുള്ള ശുക്ർ അല്ലാഹുവിന്റെ ഖുർആൻ കേൾക്കലാണ്.